ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ദേവിക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബയോളജി എക്സാമിൻ്റെ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എനിക്ക് സുവോളജി നല്ല എളുപ്പമായിട്ട് തോന്നി. പിന്നെ ബോട്ടണി ഒരു ആവറേജ് എക്സാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആൻസേഴ്സിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എഴുതിയിരിക്കുന്നത് സി നൈട്രജൻ ആൻഡ് വാട്ടർ സോല്യൂബിൾ ഷുഗറാണ്. സെക്കൻഡ് മൈക്രോ ഇഞ്ചക്ഷൻ. 3 അമൻസാലിസം. അതുപോലെ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 7ാമത്തെ ആണെങ്കിലും അതെ. 8ാമത്തെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ അപ്പോമിക്സിസ്, നമ്മളോട് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റഡി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആയിരുന്നു. അത് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യത്തെ എഴുതിയിരിക്കുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനും 2ാമത്തെ സോമാക്ലോൺസും ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മോഡലിന് GFCയും DFCയും കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഭാഗം നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പോളിനേഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബയോറിയാക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വിചാരിച്ച് എഴുതേണ്ടതെന്നാണ്, പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടി, അപ്പോൾ ഞാനതും എഴുതി. അങ്ങനെ 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് PCR, എലൈസ അതിൻ്റെയൊക്കെയാണ് എഴുതാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വിവരിച്ച് എഴുതുകയാണ് വേണ്ടത്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ പിരമിഡ് ഓഫ് നമ്പറിൻ്റെ വരയ്ക്കാനുള്ളതായിരുന്നു. അത് ഗ്രാസ് പ്രൊഡ്യൂസറായിട്ട് വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുകയായിരുന്നു വേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഇൻവേർട്ടഡ് ആയിട്ട് കാണുന്നത് എന്നുള്ളതൊക്കെ, പിന്നെ ലിമിറ്റേഷൻ, അതും എളുപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബോട്ടണി ഉണ്ടായിരുന്നത്. എനിക്ക് കമ്പയർഡ് ടു സുവോളജി ഒരു ആവറേജ് പേപ്പർ പോലെയാണ് ബോട്ടണി തോന്നിയത്. നമുക്ക് സുവോളജിയിലേക്ക് പോവാം. സുവോളജി എനിക്ക് എളുപ്പമായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം സഹേലി, സെക്കൻഡ് അലർജി, 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓവറി, ബി ക്വസ്റ്റ്യൻ പ്രൊജസ്ട്രോൺ, 5ാമത്തെ ഹീമോഫീലിയ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ആ ഹിൻഡ് കണ്ടില്ല. ഞാനങ്ങനെ കൂൾ ഓഫ് ടൈമിൽ ഞാൻ അതിൻ്റെ ഉത്തരമൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോഴാണ് ഹിൻഡ് കാണുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആയിരുന്നു. അതുപോലെ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിചാരിച്ചിരുന്ന ആ എൻസൈമുകളുടെ പേര് ചോദിക്കുന്നതായിരുന്നു. പക്ഷെ അത് ഇൻഡ്യൂസർ ഏതാ, Oയും Pയും ഒക്കെ ഏതാണെന്നാണ് ചോദിച്ചത്. ഇൻഡ്യൂസർ നമുക്ക് ലാക്ടോസ് ആണ് വരുന്നത്. പിന്നെ ആ ഫ്ലോ ചാർട്ട് നമുക്ക് എല്ലാവർക്കും എവല്യൂഷൻ്റെ പാഠത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റത്തെ രാമപിത്തക്കസ് അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. പിന്നെ എക്സ്പാൻഡ് ചെയ്യാനായിരുന്നു സ്വിഫ്റ്റും ICSIയും, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫറും ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷനുമാണ് അതിൻ്റെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ മാച്ച് ദി ഫോളോയിങ് തന്നെയായിരുന്നു. ഇതും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ അതേ പെഡിഗ്രി ചാർട്ടിൻ്റെ ആയിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മാർക്ക് ചെയ്തിട്ട് അത് ഏതാ പാർട്സ് ലേബിൾ ചെയ്യാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കാണുന്നത്. അപ്പോൾ അത് എനിക്ക് എളുപ്പം തന്നെയായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ തന്നെ റേഷ്യോ വരുന്നത് 1:2:1 ആയിരുന്നു. പിന്നെ പ്രോപ്പർട്ടിയും വാസക്ടമി ആയിരുന്നു. പിന്നെ അമ്നിയോസെൻറ്റസിസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു. നെക്സ്റ്റ് ഈവൽ ക്വാഡ്രേറ്റ്, അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് നോക്കിയിട്ട് കയറിയത് ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് എഴുതാൻ പറ്റി. മെൻഷൻ 2 മേജർ അപ്രോച്ചസ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഇൻ സിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. അടുത്തത് 20ാമത്തെ മെയിൽ ഹെട്രോഗെമിറ്റി ഡിഫറെൻറ്റ് സെക്സ് ക്രോമസോം അത് എഴുതി. പിന്നെ സെക്സ് ഡിറ്റർമൈൻഡ് ഇൻ മാൻ ഇത് വരച്ചു. കഴിഞ്ഞിട്ട് നമുക്ക് എഗ്ഗായിരുന്നു അത് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നത്. കാരണം ബേർഡ്സിൻ്റെ കാരണം ആ ZW മെക്കാനിസം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കെമിസ്ട്രി എക്സാമാണ് മൺഡേ. അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ.